ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഇന്നിവിടെ ഞാൻ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനു വേണ്ടി ഞാൻ ഒരു 1/2 കിലോ ചിക്കൻ കഴുകി വച്ചിട്ടുണ്ട്. പൊട്ടാറ്റോ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മീഡിയം സൈസിൽ. ഇവിടെ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിയാപ്പില എല്ലാം കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. തീരെ ചെറുതായിട്ടല്ല, മീഡിയമായിട്ട്. പച്ചമുളക് കൂടുതൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിൻ്റെ അനുസരിച്ച് പച്ചമുളക് എടുക്കാം. ഞാൻ സ്റ്റൂ കുക്കറിനകത്താണ് ഉണ്ടാക്കുന്നത്. ഉള്ളിയെല്ലാം കൂടി ഞാൻ ഒന്ന് വഴറ്റുവാണ്. ഉള്ളി വഴറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ പൊട്ടാറ്റോ അതിനകത്തോട്ട് ഇട്ടു. അതും ഒന്ന് വഴറ്റുക. ഒത്തിരി അങ്ങ് വഴറ്റേണ്ട ആവശ്യമില്ല, മീഡിയമായിട്ട് വഴറ്റിയാൽ മതി. ഇതിനകത്തോട്ട് തന്നെ ഞാൻ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഇത് ഒന്ന് ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് ചൂടാക്കാമേ. പിന്നെ ഏലക്ക, 2 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. സോമ്പ്, പെരിഞ്ചീരകം അതും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റി അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് വഴറ്റാമേ. മുളക് പൊടി ആഡ് ചെയ്യത്തില്ല. അതിനകത്തോട്ട് തന്നെ ഞാൻ ചിക്കൻ പീസ് ഇട്ട് അതുകൊണ്ട് നമുക്കൊന്ന് വഴറ്റി ഇത് ഒന്ന് വേവിക്കാം, ഒരു വിസിൽ. ഇവിടെ ഞാൻ സ്റ്റൂവിനകത്ത് ചേർക്കാൻ തേങ്ങ തിരുമ്മി വെച്ച് നമുക്ക് 1-ാം പാലും 2-ാം പാലും മാറ്റി വെക്കണം. ഇവിടെ തേങ്ങയുടെ 1-ാം പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. 2-ാം പാലും 3-ാം പാലും ഇട്ട് നമ്മളിത് വേവിച്ചെടുക്കുക. ഇവിടെ നമ്മുടെ പാലപ്പം ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ പാലപ്പച്ചട്ടി ചൂടായി. ഞാനത് പാലപ്പത്തിൻ്റെ മാവ് അങ്ങോട്ട് ഒഴിച്ചേ. അങ്ങനെ നമ്മുടെ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഞാനത് 1-ാം പാൽ ചേർക്കുവാണ്. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളിത് തിളപ്പിക്കാൻ പാടില്ല, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇവിടെ നമ്മുടെ നല്ല സോഫ്റ്റ് പാലപ്പം റെഡി ആയിട്ടുണ്ട്. രാത്രിയിലെ മാവ് ഞാൻ അരച്ചു വെച്ചതായിരുന്നു. സ്റ്റൂ ഇതേ മെത്തേഡിലൊന്ന് ഉണ്ടാക്കി നോക്കണേ. കുക്കറിനകത്ത് സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പാലപ്പവും ചിക്കൻ സ്റ്റൂ റെഡി. അടിപൊളി. Thanks for watching my video. Please like, share and subscribe my channel. Thank you.